الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കാരുണ്യത്തെ തേടിയും അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. ഒരു മഹത്തായ ആരാധനാ കർമ്മം നമ്മുടെ ഉമ്മറപ്പടിയിൽ എത്തി നിൽക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിർബന്ധമായ റമദാൻ വ്രതാനുഷ്ഠാനം നാം അനുഷ്ഠിച്ചു തുടങ്ങും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും മനസ്സമാധാനത്തിൻ്റെയും ദിനരാത്രങ്ങളാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ റമദാൻ മാസത്തെ ഇസ്തിഖ്ബാൽ ചെയ്യാൻ, സ്വീകരിക്കാൻ അതിൻ്റെ വളരെ നേരത്തെ തന്നെ വിശ്വാസികൾ ഒരുക്കം കൂട്ടുന്നതായിട്ടാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. റമദാൻ മാസം ഒരുറക്കമുഴങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് ഒരു യാദൃശികമായി വന്നുപെടുന്ന ഒരു കാര്യമല്ല. നേരെ മറിച്ച് വിശ്വാസികളായ ആളുകൾ ആ റമദാനിനെ കാത്തിരിക്കുന്നവരായിരുന്നു. വിശ്വാസികളായ ആളുകൾ ആ റമദാനിലേക്ക് എത്താൻ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. സലഫു സാലിഹീങ്ങളുടെ ജീവിത ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മിക്കവാറും എല്ലാവരും തന്നെ അവരല്ലാഹുവിനോട് റമദാൻ മാസത്തിന് 6 മാസം മുമ്പേ തന്നെ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ എന്ന് പ്രാർത്ഥിക്കും, ദുആ ചെയ്യും. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ എന്ന് പറഞ്ഞാൽ പടച്ചവനെ ഞങ്ങളെ റമദാനിലേക്ക് എത്തിച്ചു തരണമേ. കാരണം റമദാനിൻ്റെ ആ സമയത്തേക്ക് അങ്ങ് കടന്നാൽ രൂപമൊക്കെ മാറി, രീതിയൊക്കെ മാറി, സാഹചര്യങ്ങളൊക്കെ മാറി, ചുറ്റുപാടുകളൊക്കെ മാറി. അത് ആരാധനയുടെയും ആശീർവാദത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാസമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അന്ന് ആ മാസത്തിലേക്ക് എത്തിപ്പെടാൻ അവർ നേരത്തെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അപ്പം നിസ്ഫു സന, ഒരു വർഷത്തിൻ്റെ അർദ്ധഭാഗം റമദാനിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒരു വർഷത്തിൻ്റെ അർദ്ധഭാഗം
ആ റമദാനിൽ അനുഷ്ഠിച്ച ഇബാദത്ത് സ്വീകരിക്കുവാനുള്ള പ്രാർത്ഥനയുമാണ് അല്ലാഹുമ്മ തഖബ്ബൽ മിന്ന എന്നാണ് പിന്നീട് അവരുടെ പ്രാർത്ഥന. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് അധ്വാനം ഞങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, അത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ പ്രാർത്ഥിക്കും. കാരണം റമദാൻ ആയിക്കഴിഞ്ഞാൽ അത് വല്ലാത്ത ഒരു നിർവൃതിയുടെയും അനുഭൂതിയുടെയും ദിനരാത്രങ്ങളാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് റമദാനിൻ്റെ ആഗമനത്തെക്കുറിച്ച്, അതിൻ്റെ വരവിനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് പറഞ്ഞു, അതാക്കും ഷഹ്റു റമദാൻ ഷഹ്റു മുബാറക് ഫറദല്ലാഹു അലൈക്കും സിയാമഹു തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്നah വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം വതുഗല്ലു ഫീഹി മർദത്തു ശയാത്തീൻ വഫീഹി ലൈലത്തുൻ ഹിയ ഖൈറും മിൻ അൽഫി ശഹർ മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം. അതാക്കും, ഇതാ വന്നെത്തിയിരിക്കുന്നു, നിങ്ങൾക്കിതാ വന്നുകൊണ്ടേയിരിക്കുന്നു ഷഹ്റു റമദാൻ, റമദാൻ മാസം. അത് ഷഹ്റു മുബാറക്, അനുഗ്രഹത്തിൻ്റെ മാസമാണ്. ഫറദല്ലാഹു അലൈക്കും സിയാമുഹു, ആ മാസം മുഴുവനും 1 മുതൽ 29 അല്ലെങ്കിൽ 1 മുതൽ 30 വ്രതമനുഷ്ഠിക്കുവാൻ അള്ളാഹു നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഫറദാണ്. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്നah, ആ റമദാൻ മാസം ആകുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും മാറുകയാണ്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടും. തുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടും. തുഗല്ലു ഫീഹി മർദത്തു ശയാത്തീൻ, മനുഷ്യരെ കൂട്ടത്തോടെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ധിക്കാരികളായ പിശാചുക്കൾ, അവരുടെ സഞ്ചാരത്തിനും അവരുടെ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം വരും. അവരുടെ കൈകളിൽ ചങ്ങല വീഴും. വഫീഹി ലൈലത്തുൻ ഹിയ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യകരമായ ഒരു ദിവസം ആ റമദാൻ മാസത്തിലുണ്ട്. ആ റമദാൻ മാസത്തിൽ ഉള്ള ഈ പുണ്യകരമായ ആ ദിവസത്തിൻ്റെ അനുഗ്രഹം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ, ഒമൻ ഹുരിമ ഖൈറഹ, ആ പുണ്യരാവിൻ്റെ നന്മ ആർക്ക് തടയപ്പെട്ടുവോ ഫഖദ് ഹുരിം, അവനാണ് യഥാർത്ഥത്തിൽ ദരിദ്രൻ, അവനാണ് ഹിർമാൻ, എല്ലാ രംഗത്തും നന്മ തടയപ്പെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു സന്തോഷ വാർത്ത അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം അവർ മുൻകൂട്ടി അതിനു വേണ്ടി മാനസികമായി തയ്യാറാകാനാണ്, മാനസികമായി അതിനു വേണ്ടി സന്നദ്ധനാകാനാണ്. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ റമദാൻ മാസം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സഹോദരന്മാർ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. ആണായും പെണ്ണായും മുസ്ലിം സഹോദരന്മാർ പലരും മരണപ്പെട്ടു പോയി, പല നാടുകളിലും. അങ്ങനെ ഒരു പുതിയ റമദാൻ കൂടി അനുഷ്ഠിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കാതെ അവർ മരിച്ചുപോയി. നമ്മുടെയൊക്കെ കാര്യം ഇനിയും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിനോട് റമദാനിൽ എത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. റമദാൻ കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ ധാരാളക്കണക്കിന് ഓരോ വർഷവും പുണ്യകരമായ ഈ മാസം അത് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അതിൽ ജീവിക്കാനും നോമ്പനുഷ്ഠിക്കുവാനും സൗഭാഗ്യം ലഭിക്കുന്നവർ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹത്തിന് വിധേയമായവരാളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാന ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുലികത് അബ്വാബു ജഹന്നം വസുഫിദത് ശയാത്തീൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ ഹദീസിൽ, വേറെ റിവായത്തിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്: സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും പിശാചുക്കൾ വിലങ്ങിൽ വീഴുകയും ചെയ്യും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയുനാദി മുനാദിൻ, ഒരു വിളിച്ചു പറയുന്ന വിളംബരക്കാരൻ വിളംബരം ചെയ്യും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവനെ മുന്നോട്ട് വരൂ, വയാ ബാഗിയ ശർരി അഖ്സിർ, തിന്മ ആഗ്രഹിക്കുന്നവനെ പിറകോട്ട് പോ, വലില്ലാഹി ഉതഖാഉ മിനൻ നാർ, അല്ലാഹുവിന് റമദാൻ മാസത്തിൽ
നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരു സംഘം ആളുകളുണ്ട്. വദാലിക ഫി കുല്ലി ലൈല, റമദാനിൻ്റെ എല്ലാ രാവിലും അവരിൽ പെടാനാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അവരുടെ കൂട്ടത്തിലാകാനാണ് നമ്മൾ അള്ളാഹുവിനോട് അപേക്ഷിക്കേണ്ടത്. എല്ലാ രാവിലും ഒരു സംഘം ആളുകളെ അള്ളാഹു നരകമോചിതരാക്കും, നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തും. അങ്ങനെ ഫി കുല്ലി ലൈലത്തിൻ, എല്ലാ രാവിലും അങ്ങനെയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വിശ്വാസികളായ ആളുകൾക്ക് റമദാൻ കേൾക്കുമ്പോൾ സന്തോഷമാണ് ഉണ്ടാവുക. ആ ഒരു മാസത്തിൻ്റെ ദിനങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവർ മനസ്സുകൊണ്ട് കൊതിക്കുകയും അവർ അതിന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ നന്മയുടെയും അതുപോലെ തന്നെ ആരാധനയുടെയും ആ മഹത്തായ സന്തോഷ സുദിനങ്ങൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ അവർ തയ്യാറാകും. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ, ഒരു പുതിയ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുമ്പോൾ സത്യവിശ്വാസികൾക്കുണ്ടാകുന്ന ആനന്ദമായ സന്തോഷകരമായ സാഹചര്യത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതൊരു ഖുർആൻ അവതരണത്തെക്കുറിച്ച് മാത്രമല്ല, എല്ലാ സന്തോഷകരമായ ആ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ അവർക്ക് അങ്ങേറ്റത്തെ സന്തോഷമുണ്ടാവുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഇദാ മാ ഉൻസിലത്ത് സൂറ, ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ കാഫിറുകളും മുനാഫിക്കുകളും ചോദിക്കും, വമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാന, അല്ല ഈ സൂറത്ത് ഇപ്പോൾ മുഹമ്മദിന് അവതരിപ്പിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് വല്ല ഈമാനം കൂടിയോ എന്ന് പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്ന കപടവിശ്വാസികളുണ്ട്. അള്ളാന്റെ മറുപടി, വഅമ്മല്ലദീന ആമനൂ ഫസാദത്തുഹും ഈമാന, വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ, വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് അത് ഈമാൻ വർദ്ധിപ്പിക്കും. വഹും യസ്തബ്ശിറൂൻ, അവർ സന്തോഷാതിരേകത്താൽ അത് പരസ്പരം ആ സന്തോഷം കൈമാറും. റമദാൻ മാസത്തിൻ്റെ ആ സന്തോഷത്തിലേക്ക് അടുക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ഇസ്തിബിഷാർ നമുക്കുണ്ടാകണം. ഒരു സന്തോഷത്തോടെ, ഒരു ആഹ്ലാദത്തോടെ, ഒരു ഹൃദയവിശാലതയോടെ ആ ആരാധനയെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. റമദാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠ പുണ്യ അവസരങ്ങളെ സംബന്ധിച്ച് മറന്നു പോകാതിരിക്കാൻ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ച ഒരു കാര്യം ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, കാന റജുലാനി മിൻ ബലിയിൻ ഹയ്യിൻ മിൻ ഖുലാ ഗോത്രത്തിലെ ബലിയ് എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട രണ്ടാളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഉസ്തുഷ്ഹിദ അഹദുഹുമ, ഇസ്ലാം മതം സ്വീകരിച്ച ആ രണ്ടിൽ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായി. രക്തസാക്ഷികൾക്കുണ്ടാകുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവരല്ലാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വിഭവങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് യുർസഖൂൻ, ഭക്ഷണം ലഭിക്കുന്നു എന്നൊക്കെയാണല്ലോ ഖുർആൻ പറയുന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് വിശ്വാസികളായ ഇസ്ലാം മതം സ്വീകരിച്ച രണ്ടാളുകളിൽ ഒരാൾ രക്തസാക്ഷിയായി. പിന്നീട് ആ രക്തസാക്ഷിയായ മനുഷ്യന് ശേഷം അതിൽ രണ്ടിൽ രണ്ടാമൻ ഒരു കൊല്ലവും കൂടി ജീവിച്ചു. എന്നിട്ട് തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, ഉരീത്തുൽ ജന്ന, എനിക്ക് ഉറക്കത്തിൽ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ സ്വർഗം കാണിക്കപ്പെട്ടു. ഫറഅയ്തുൽ മുഅഖറ മിൻഹുമാ ഉദ്ഖില ഖബല ഷഹീദ്. അപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത് ഈ രക്തസാക്ഷിയായ മനുഷ്യനും പിന്നീട് ഒരു വർഷം ജീവിക്കുവാൻ വേണ്ടി സൗഭാഗ്യം ലഭിച്ച മനുഷ്യനും അതിൽ രക്തസാക്ഷിയേക്കാൾ നേരത്തെ സ്വർഗത്തിൽ പിന്നീടൊരു വർഷം ജീവിച്ചവനാണ് പ്രവേശിക്കപ്പെട്ടത് എന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ തഅജ്ജബ്തു ലിദാലിക്, അപ്പോൾ ഞാനതിന് ആശ്ചര്യം കൊണ്ടു, എനിക്ക് അത്ഭുതമുണ്ടായി. അതായത് എങ്ങനെയാണ് രക്തസാക്ഷിയല്ലേ ഏറ്റവും പുണ്യവാളൻ, അയാളല്ലേ ഏറ്റവും വലിയ പുണ്യം ചെയ്ത് ത്യാഗം ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആൾ എന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ അത്ഭുതപ്പെട്ടു. പിന്നെ എങ്ങനെയാണ് അയാളേക്കാൾ കൂടുതൽ പിന്നീട് ഒരു വർഷം ജീവിച്ച ആൾ സ്വർഗത്തിലെത്തുക എന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. ഫഅസ്ബഹ്തു, അങ്ങനെ ഉറക്കൊക്കെ ഉണർന്ന് ഞാൻ നേരം പുലർന്നപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് ചെന്നു. ഫദക്കർതു ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എൻ്റെ അത്ഭുതം ചെന്ന് പറഞ്ഞു. ഔ ദുക്കിറ ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
അലൈസ ഖദ് സാമ ബഅദഹു റമളാന വസല്ലാ 6000 റകഅ ഔ കദാ വകദാ റകഅ സലാത്ത അസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ രക്തസാക്ഷി മരണപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരു വർഷം ജീവിക്കാൻ സാധിച്ച ആ മനുഷ്യൻ റമദാൻ മാസത്തിൻ്റെ നോമ്പനുഷ്ഠിച്ചില്ലേ, അപ്പം അയാൾക്ക് ഒരു നോമ്പും കൂടി സിയാദ അധികം കിട്ടിയില്ലേ. അതുപോലെ തന്നെ 6000-ലധികം റക്അത്തുകൾ അയാൾ നമസ്കരിച്ചില്ലേ ഒരു കൊല്ലം കൊണ്ട്. ഇന്ന റക്അത്തുകൾ ഇന്ന നമസ്കാരങ്ങൾ അയാൾക്ക് ഒരു കൊല്ലം കൊണ്ട് കിട്ടിയില്ലേ. അപ്പോൾ ആ രക്തസാക്ഷിയായ മനുഷ്യനേക്കാൾ കൂടുതൽ എത്രയോ നമസ്കാരങ്ങളും എത്രയോ തറാവീഹുകളും എത്രയോ നോമ്പുകളും എത്രയോ ദാനധർമ്മങ്ങളും അതുപോലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ അയാൾക്ക് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് ആ റമദാൻ പുണ്യകരമായ ഒരു അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അനുഗ്രഹമായി ലഭിച്ച ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിലേക്കാണ് നമ്മൾ ക്രമേണ നടക്കുന്നത്. അതുകൊണ്ട് ആ ഇബാദത്തിനെ സന്തോഷപൂർവ്വം ഹൃദയവിശാലതയോട് സ്വീകരിക്കാൻ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരുക്കങ്ങൾ നടത്തുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാ